തിരികെ ന്യൂസ് സെവനിലേക്ക് ഡോക്ടർ ജിജി പോൾ. ഇതിപ്പോൾ അമേരിക്കയിൽ അവിടെ ഉള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, ഈ ട്രംപ് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് കടന്നു, അതിനുശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം റിപ്പബ്ലിക്കൻസിനിടയിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം മാഗ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ക്യാമ്പയിൻ അതിന് വിരുദ്ധമാണ് ഇപ്പോഴത്തെ പ്രവൃത്തി എന്ന് പറയുന്നു. കൂടാതെ റിപ്പബ്ലിക്കൻസ് ഇതിനോടകം തന്നെ പലരുടെയും പ്രസ്താവനകൾ വരുന്നുണ്ട്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇംപീച്ച്മെന്റിലേക്ക് പോകേണ്ടുന്ന ഒന്നാണെന്ന് പറയുന്നു. വൈറ്റ് ഹൗസിന് മുന്നിലുള്ള പ്രതിഷേധം, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ ഒരു അമേരിക്കയ്ക്കുള്ളിലൊരു വലിയ ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചിട്ടുണ്ട് എന്നതുകൂടി പ്രസക്തമല്ലേ ഡോക്ടർ ജിജി? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഏകദേശം 4 സെനറ്റർമാർ പരസ്യമായിട്ട് ഇതിനെ എതിർത്തിട്ടുണ്ട്. വാഷിങ്ടൺ DC-യിലും കാലിഫോർണിയയിലും അറ്റ്ലാന്റ, ഒക്ലഹോമ, ഇവിടെ എല്ലാം വൻകിട പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ ഇസ്രായേലി സ്നേഹവും ഇറാനെ അറ്റാക്ക് ചെയ്ത രീതിയും എഗൻസ്റ്റായിട്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റ്, പരമോന്നത പദവി വഹിക്കുന്ന വ്യക്തി, അദ്ദേഹം സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു പ്രചരണവുമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പോയി ആഗ്രഹിച്ചത് നേടിയെടുത്തതിന് ശേഷം സമാധാനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ സമാധാനം, അദ്ദേഹം പറയുന്നു, ഈ സമാധാനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച രീതി അന്തർദേശീയ തലത്തിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാണിച്ച പ്രവൃത്തി, അതുകൊണ്ട് സമാധാനം ഉടനെ വരും എന്നും പറയും. ഇത് രണ്ടും, ഇതൊക്കെ കൂട്ടി യോജിക്കുമ്പോൾ ഇതെല്ലാം കോൺട്രഡിക്ഷനാണ്. പിന്നീട് നമ്മൾ ഇത് കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കാൻ നേരത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വിചാരിക്കും പോലെ അല്ല അവിടെ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ പോകുന്നത്. ഈ നൊബേൽ സമ്മാനത്തിന് താൻ അർഹനാണ് എന്ന തരത്തിലേക്കൊക്കെയുള്ള പ്രചാരണമായിരുന്നു. താൻ ഇതുവരെ ചെയ്ത ചില കാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ടും തനിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടില്ല, തനിക്ക് തരില്ല എന്നൊക്കെ പറയുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അവർ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. സമാധാന ഈ നോബൽ പ്രൈസ് അത്ര മോശപ്പെട്ട വ്യക്തികൾക്കാണോ കൊടുത്തിട്ടുള്ളത്? മദർ തെരേസ മുതൽ ചരിത്രം എടുത്തു വെച്ച് നോക്ക്. ഇയാൾ അന്തർദേശീയ തലത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? സമാധാനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നിരപരാധികളെ കൊന്നെടുക്കുന്ന സംവിധാനമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ അവിടെ പോയി ചിക്കനും മട്ടണും കഴിച്ചപ്പോൾ ആർമി ഓഫീസർക്ക് അയാളുടെ മനസ്സിൽ തോന്നിയ പ്രതിധ്വനിയായിരിക്കും മിസ്റ്റർ ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണമെന്നുള്ളത്. അത് അന്തർദേശീയ നോർവീജിയൻ ഗവൺമെൻറ് അംഗീകരിച്ചാലല്ലേ പറ്റുകയുള്ളൂ. അല്ലാതെ ഓസ്ലോ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് സമാധാനത്തിൻ്റെ പ്രതിബിംബമായിട്ടുള്ള ഈ നോബൽ പ്രൈസ് കിട്ടുന്നത്? ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടത്, അമേരിക്ക അന്തർദേശീയ തലത്തിൽ ലോക ആർമിയുടെ തലവനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനം ഇങ്ങനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഇത് ഒരുപാട് രാഷ്ട്രങ്ങളുടെ ഭാവിക്ക് ദോഷകരമായിട്ട് വരും. തീർച്ച തന്നെയാണ്. ഞാൻ ഒരു പടി കൂടെ മുന്നിലോട്ട് പറയുകയാണ്. മോഡിയുടെ ഫ്രണ്ടാണ് ട്രംപ് എന്ന് പറയുന്നു. മോഡിക്കും ഒരുപക്ഷെ നാളെ അവസ്ഥ ഇത് തന്നെ വന്നുകൂടാ എന്നില്ല. കാര്യം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അവർ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പിൻ്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന് മേൽ ഈ ബങ്കർ ബോംബുകൾ ഇത്രമാത്രം സ്പീഡിൽ ചെയ്യാമെങ്കിൽ, പുലർച്ചെ 4 മണിക്ക് ചെയ്യാമെങ്കിൽ, ന്യൂഡൽഹിയൊന്നും അവർക്കൊരു പ്രശ്നമല്ല, രാജസ്ഥാനിലെ താർ മരുഭൂമി അവർക്കൊരു പ്രശ്നമില്ല. പണ്ട് ബുദ്ധൻ ചിരിച്ചത് ഒരുപക്ഷെ വെറുതെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അന്തർദേശീയ തലത്തിലുള്ള സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നും സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതല്ല. ആരും സ്ഥിര ശത്രുക്കളല്ല, ആരും സ്ഥിരം മിത്രങ്ങളല്ല. ഇന്നത്തെ ശത്രുക്കൾ നാളത്തെ മിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒന്നിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഇറാനിയൻ ബാർ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട രാഷ്ട്രം, പക്ഷെ ആ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ല. തീവ്രവാദത്തിൻ്റെ തിന്മയുടെ അച്ചുതണ്ട് എന്നാണ് UAE-യുടെ പ്രഥമ പ്രസിഡൻ്റായിട്ടുള്ള ഷെയ്ഖ് ഒരു പ്രാവശ്യം ഈ ഇറാനെ വിശേഷിപ്പിച്ചത്. അവരത്രമാത്രം തീവ്രവാദത്തിൻ്റെ അന്തർദേശീയ തലത്തിൽ എക്സ്പോർട്ടും ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം അമേരിക്കയുടെ എല്ലാ നയങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. അമേരിക്കയിൽ മാത്രമല്ല, യൂറോപ്പിൽ നടക്കുന്നുണ്ട്, ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. ഇസ്രായേലിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്നുണ്ട്, പ്ലീസ് ഫർഗീവ്, ഞങ്ങളുടെ അധികാരികൾ ചെയ്തതെല്ലാം ക്ഷമിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് അമേരിക്കയുടെ അയൺ ഡോമിന് കഴിയുന്നില്ല? അവിടെയും പ്രസക്തിയുണ്ട്.
അമേരിക്ക ഇത്രയും സമാധാനത്തിന് വേണ്ടി വാദിച്ചിട്ട് ഇസ്രായേലിന് കൊടുത്ത സംഭാവനകളിലൊന്നാണ് ഈ വലിയ അയൺ ഡോം സംവിധാനം. പക്ഷേ എന്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല? റഷ്യയുടെ അടുക്ക ഇപ്പം മിസ്റ്റർ അബ്ബാസ് പോവുകയാണ്, നാളെ പോവുകയാണ്. ഒരുപക്ഷെ അദ്ദേഹവും പറയുമായിരിക്കും പിന്നെ നേരിട്ട് സഹായിക്കാൻ പറ്റത്തില്ല, പക്ഷേ അന്തർദേശീയ തലത്തിൽ ഒരു നെഗോസിയേഷന് റഷ്യ മുൻകൈ എടുത്തേക്കാം. റഷ്യയും ചൈനയും പിന്നെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറേബ്യൻ രാഷ്ട്രങ്ങളും കൂടെ മുൻകൈ എടുത്തിട്ട് ഒരുപക്ഷെ വെരി ഷോർട്ട്ലി